ചില ആളുകൾ പിന്നെ കടത്തി ചോദിക്കാറുള്ളത്, നിങ്ങൾ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നും ചോദിക്കാറുണ്ട്. CP സലീമിന്റെ വായിൽ നിന്ന് വന്ന മറുപടി, പിന്നെ ഞാനും അഷ്റഫും എങ്ങോട്ടാ പോകാനാണ്. അതായത് പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ പിന്നെ ഞാനും അഷ്റഫും എങ്ങോട്ട് പോകും? ഞങ്ങൾ രണ്ടാളെ ആലിമീങ്ങളല്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ പറയണൊക്കെ കേട്ടോളെ തന്നെ വളരെ മാന്യത്തോടുകൂടി മാറിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാ ഇതിൽ നേതൃത്വം കൊടുത്ത് നമ്മൾ അങ്ങോട്ടാ പോവുക? ഇത് പി എൽ ലത്തീഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഞാൻ 2-3 വട്ടം ചോദിച്ചു. ഇന്നലെ ഞാൻ ചോദിച്ചു, പറഞ്ഞതല്ലേ ഉറപ്പല്ലേ? ഉറപ്പാണ്. ചില ആളുകൾ പിന്നെ കടത്തി ചോദിക്കാറുള്ളത്, നിങ്ങൾ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നും ചോദിക്കാറുണ്ട്. മലപ്പുറത്ത് 2:40 അവസാനിച്ച യോഗത്തിൽ വേറൊരു വിഷയം മാലിക് സലഫി പറഞ്ഞപ്പോ ഞാൻ അതിന് ശേഷം CP സലീം പറഞ്ഞു, പിന്നെ POന്റെ വീട്ടിൽ യോഗം നടന്നു, അതിൽ പിന്നെ പ്രോഫ്കോണിനെ കുറിച്ചുള്ള ചർച്ച നടന്നു. അപ്പോ പിന്നെ അഷ്റഫ് പറഞ്ഞു, പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യുക എന്ന നിലക്ക് അവതരിപ്പിച്ചു വേറൊരു കോലത്തിൽ. എല്ലാ സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളായിട്ട് ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനും ഉണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളും ഉണ്ട്, അയാളും ഉണ്ട്. അയാൾ പറയാം, സക്കരിയാക്ക് അങ്ങനെ ഇവിടെ വേറെ സലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം, സക്കരിയ വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പ്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് നടക്കുക, അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോൾ സംഘടന ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. നമ്മൾ സക്കരിയാനെ വയ്ക്കോ, നമ്മളെ വയ്ക്കും. വെറുതെ മസലത്തെ അർച്ച ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അതിന്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8 പറയുന്നത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി 1 കൊല്ലം തികയുന്ന അപ്പോഴായി പറയണത് പൊയ്ക്കോ. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഇനി സക്കീരനെ വയ്ക്കുക, നമ്മളെ വയ്ക്ക് പോവാം. പിന്നെ ഞാൻ അതിൽ പിടിച്ചു നിന്നു. നിങ്ങൾ പിടിച്ചിക്കണ്ട കുറച്ചും കൂടി, അതായത് പുറത്താക്കോളം. ഒരു യോഗം കൂടി 35-നെതിരെ 36 വോട്ടുകൾക്ക് സക്കരിയ സലീമിനെ പുറത്താക്കി എന്ന് പറയോളം നിന്നില്ല. അതാ പിന്നിട്ടുള്ളത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന്റെ വിരുദ്ധവും ശിർക്കുമാണ്. അതിൽ ആർക്കാ സംശയം? ജിന്നുകളോട് ചോദിക്കും. ജിന്നുകളും മലക്കുകളും അഭൗതിക സൃഷ്ടികളല്ല എന്ന് PN അബ്ദുൽ ലത്തീഫ് അതിന് വേറെ ആരുമല്ല പറഞ്ഞത്. ഭൗതിക സൃഷ്ടികളാണെന്ന് പറഞ്ഞത് നെതുവത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരാണ്. രേഖകൾ എത്രയോടെ പറഞ്ഞു? അത് അഭൗതികമല്ല. അഭൗതികമായ മാർഗത്തിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും ചികിത്സിക്കാനും ഗുണം ചെയ്യാനും രോഗം മാറ്റാനൊക്കെ കഴിവുള്ള പടച്ചോനാണ് നമ്മുടെ തൗഹീദിന്റെ വിശ്വാസം. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. കൂടുതൽ ചർച്ചയുടെ ആവശ്യമുണ്ടാവുകയാണെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത് ചെന്നുപെട്ടാൽ ജിന്ന് സഹായിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം, അത് ലൈഫാണ്. മാത്രമല്ല ഒരു തെളിവുകൊണ്ടില്ലാത്ത ആൾക്കാരെ ജിന്നിനോട് വിജനമായ സ്ഥലത്ത് അത് ക്ലിയറാക്കിയിരിക്കണം. അതൊരു തിരുത്താണ്. അത് എഴുതണം. ഒരാവശ്യമില്ലാത്ത ഒന്ന് മറ്റേ മൂലക്കലെ മഴയുള്ള അത് പറയാതെ കണ്ട് മനുഷ്യന്മാരായിട്ട് തൗഹീദിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് അതായത് വിജനമായ സ്ഥലത്ത് എത്തുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് അഗിസ്നി എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനോട് ഒരാള് കൊണ്ടോട്ടിന്ന് വളരെ ഉത്തരവാദപ്പെട്ട ഒരാളിനോട് വിളിച്ച് പറഞ്ഞു, പിന്നെ വിജനമായ സ്ഥലത്ത് ഞാൻ ഒരാളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എന്നെ ഈ വാചകമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അതിൽ ജിന്ന് പെടാം, ഇൻസ് പെടാം, മലക്ക് പെടാം. അവർ സഹായിച്ചാൽ ആ ആളുകളിനോട് ഞാനുള്ള എന്റെ വിളിച്ചു തേട്ടം തൗഹീദിന് എതിരാവുകയില്ല എന്ന് ഇപ്പൊ പറഞ്ഞാൽ അത് മുവഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ എന്നാണ് ചോദ്യം. ഞമ്മളെ ഉത്തരം എന്തായി? യഥാർത്ഥത്തിൽ ഈ വിളിച്ചു തേടുന്ന ആളുടെ മനസ്സിനനുസരിച്ച് ഈ പരിസരത്ത് എവിടെയെങ്കിലും എനിക്ക് ഒച്ചയേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സഹായം ചെയ്യട്ടെ എന്നാണ് അയാൾ മനസ്സിൽ വിചാരിക്കുന്നത്.
മറ്റേ നേരത്തെ ചോറ് വാങ്ങിട്ട് പാടില്ല, പക്ഷെ തിന്നാം. മനുഷ്യരോട് പറയാൻ പറ്റില്ല. അതിൽ ഇസ്തിഹാസ ഇല്ലാന്നാണ് എന്തെങ്കിലൊക്കെ എഴുത്തിൽ മുഴുവൻ ശില്പിക്കുള്ള പുതിയ അവസരം കൊടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തീരുമാനാക്കാൻ പ്രയാസം. തീരുമാനമാവില്ല. അതന്നെ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടുകയും ശരിയാണ്. അതന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കലാസനുണ്ട്, ഞാനത് നിലനിൽക്കുകയില്ല. കുറച്ചൊക്കെ ബുദ്ധിയും സാമാന്യമായ ചിന്തയും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ രാവിലെ മുതലേ ഇരുന്ന് ഇവിടെ ഇതുവരെ എത്തിയ ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാത്ത ഒരു ബാത്തിലാക്കുന്ന ഒരു കാര്യം വാദിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് വാദമുണ്ടോ? അതെ, ചർച്ച നമുക്ക് വേറെ ഇതുപോലും ഈ ഒരു സെന്റൻസ് പോലും ജനങ്ങൾക്ക് ഭയങ്കര തെളിവാണ് കിട്ടിയത്. കാരണം ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മലക്കുകളോടോ പ്രതികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചെറുക്കാൻ നീക്കുകയാണ്. മലക്കുകളോടോ പ്രതികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചെറുക്കാൻ നീക്കുകയാണ്. ഞാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ശിർക്കില്ല അങ്ങനെ പറയുന്നത് അത് സഹിയാണ് തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് അയാളുടെ മനസ്സിൽ അക്സാഹായത്തിൽ ഒരാളുടെ മനസ്സിൽ നല്ലൊരു മുവാഹിദാണ് മനസ്സിൽ അള്ള മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഒരാളുടെ മനസ്സിൽ നല്ലൊരു മുവാഹിദാണ് മനസ്സിൽ അള്ള മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഒരാളുടെ മനസ്സിൽ നല്ലൊരു മുവാഹിദാണ് മനസ്സിൽ അള്ള മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? നിങ്ങളോട് ചായ തരുന്ന ചിരിക്കാൻ നിങ്ങളോട് സഹായം തരുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുമാണ്. നിങ്ങളോട് സഹായം തരുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുമാണ്.